അമ്മേ നോക്കട്ടെ. സ്പെഷ്യൽ ഡിഷ്. ഇത് നമ്മളെ എണരും ചോറല്ലേ? എണരും ചോറ്. ഓ മൈ ഗാഡ്. ഇതെങ്ങനെയാ അമ്മ ഉണ്ടാക്കിയത്? കുറച്ച് എണരും പിന്നെ മത്തീനെ കുറച്ച് അതിന്റെ തലേരിതും എണരും കൂടി പിന്നെ കുറച്ച് പച്ചരിയിലെടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് പിന്നെ മുളക് കുറച്ച് പൊടിയും ചേർത്തിട്ട് പച്ചരിയും കഴുകിയിട്ടിട്ട് തലയും മലരെല്ലാം കൂട്ടി വെച്ച് അതിൽ കുറച്ച് കറിവേപ്പിലും എല്ലാം ഇട്ടിട്ട് ആവാനാകുമ്പോ കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും പൊടിച്ചിടാം. പിന്നെ വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് നനച്ചിടാം. റെഡി, എണര് റെഡി. അപ്പൊ ഇതാണ് എണരും ചോറും. ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടാ. ഇതിന്റെ തൊട്ടടുത്ത് കിടന്ന് വേറൊരാൾ തിളക്കുന്നുണ്ട്, അത് ചക്കജാമാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അമ്മേനെ കൊണ്ട് വേറൊരു വീഡിയോയിൽ ഞാൻ പറയിപ്പിക്കാം, ബിക്കോസ് എനിക്കറിയില്ലല്ലോ ഗൈസ്. ഇനി നമ്മുടെ കാര്യത്തിലോട്ട് വരാം. എണര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചില സ്ഥലത്ത് മത്തിപ്പഞ്ഞി എന്നൊക്കെ പറയും. മത്തീനെ മുട്ടേനെയാണ് എണര് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിത് വൈകുന്നേരം ചായന്റെ ഒപ്പര കഴിച്ചിന്. കാണുന്ന പോലെയല്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിന്. കാണാനൊരു ലുക്കില്ലെങ്കിലും ഇവൻ ആള് ഭീകരനാണ്. അമ്മ ഇങ്ങനെ പറയും, ഇവരൊക്കെ ചെറുതായിരിക്കുമ്പോൾ അമ്മുമ്മ പണ്ട് വൈകുന്നേരം എല്ലാവർക്കും ഒക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ബൈ ദ വേ, ഇതാണ് എന്റെ അമ്മുമ്മ ഗൈസ്. അമ്മുമ്മക്ക് സുഖമില്ലാണ്ടിരിക്കുകയാണ്, കയ്യിലൊക്കെ കുത്തി വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണാം, IV കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്തായാലും ഞാനും ഒന്ന് കഴിച്ചു നോക്കി. അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പൊ ഓക്കെ, ബൈ ബൈ.